നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് പലപ്പോഴും നമ്മൾ ഇന്ന ഫോട്ടോയുടെ ഒരു ഭാഗം ചിലപ്പോൾ നമ്മൾ ഫോട്ടോയിൽ കുടുങ്ങിയിട്ടുണ്ടായില്ല. പല ആളുകളുടെയും ഫോട്ടോ ചിലപ്പോൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണ്. ഗ്രൂപ്പ് ഫോട്ടോക്കകത്ത് നിങ്ങളുടെ ഒരാളുടെ സൈഡ് ഭാഗം കുടുങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സിംഗിൾ ഫോട്ടോ എടുക്കുകയാണ്. സിംഗിൾ ഫോട്ടോക്കകത്ത് ചില ആളുകളുടെ ഫോട്ടോയുടെ മുഴുവൻ ഭാഗവും ഇതുപോലെ കുടുങ്ങില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ മോഹൻലാലിൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സൈഡിൽ ഫോട്ടോയുടെ ഒരു സൈഡ് കാണുന്നില്ല, ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സുഹൃത്തിൻ്റെ ഫോട്ടോയ്ക്കൊക്കെ ഇത്തരത്തിലൊരു സൈഡൊന്നും ഇല്ല എങ്കിൽ നമുക്കത് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അത് AI ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടില്ലെങ്കിലും നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടുമ്പോൾ ഇത് നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് ആ AI ഏതാണ്, അതെങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ വീഡിയോ മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുകയാണ്. ഗൂഗിൾ നീ പറയുന്ന പോലെ അതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അൺക്രോപ്പ് AI എന്ന് ഇതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് വെബ്സൈറ്റുകൾ കിട്ടും. ഇവിടെ ഏറ്റവും ആദ്യത്തിൽ കാണുന്ന pixar.com എന്ന പേരിൽ ഇവിടെ അൺക്രോപ്പ് AI എക്സ്പാൻഡ് ഇമേജ് എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഫസ്റ്റ് കാണുന്ന ഈ ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതിൽ എത്ര ഫോട്ടോ വേണമെങ്കിലും നിങ്ങൾക്ക് വാട്ടർമാർക്ക് ഇല്ലാതെ നല്ല HD ക്വാളിറ്റി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു AI നിങ്ങൾക്ക് ആ ഫോട്ടോ റീക്രിയേറ്റ് ചെയ്ത് തരും. അപ്പോൾ അതിനുവേണ്ടി ഇവിടെ താഴെ അപ്ലോഡ് ഇമേജ് എന്ന് കാണും, ഈ ബ്ലൂ കളർ. അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഗാലറി സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നമ്മുടെ ഗാലറിയിൽ നിന്ന് ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കും. ഞാനിവിടെ മോഹൻലാലിൻ്റെ ആ ഒരു ഫോട്ടോ തന്നെയാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ഫോട്ടോ വേണ്ടതാണ്. സ്ക്വയറിൽ വേണോ, അല്ലെങ്കിൽ 60:9 വേണോ, അല്ലെങ്കിൽ 9:60 വേണോ എന്നൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് മോഡൽ വേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സ്ക്വയറിലുള്ള ഈ ഫോട്ടോ ഭാഗത്ത് ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണാൻ സാധിക്കും. ഇത് ജനറേറ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഏത് സൈഡാണോ നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ സൈഡ് നിങ്ങൾ ഫ്രീ ആക്കി കൊടുക്കണം. അപ്പോൾ എനിക്ക് ഈ റൈറ്റ് സൈഡിലാണ് ഇവിടെ ഫ്രീ ആയി കിട്ടേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് സൈഡ് ഭാഗത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കണം. എന്നാലാണ് ആ ഭാഗത്ത് നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഈ സൈഡിലേക്ക് നീക്കി കൊടുത്തു. വേണം ഈ സൈഡ് നമുക്ക് പൂർണ്ണമായിട്ട് കിട്ടുക. അപ്പോൾ ഏത് സൈഡാണോ നിങ്ങൾക്ക് മിസ്സായത് ആ ഭാഗം നിങ്ങൾ ഇതുപോലെ ഫ്രീ ആക്കി കൊടുക്കണം. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ജനറേറ്റ് എന്നുള്ള ഭാഗം ബ്ലൂ കളർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്തൊന്ന് അല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. കാണാൻ സാധിക്കും നമ്മുടെ ആ ഒരു സൈഡ് നമുക്ക് മിസ്സായിപ്പോയാൽ അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോയാൽ ആ ഒരു ഭാഗം നമുക്കിതാ ക്രിയേറ്റ് ചെയ്ത് തന്നിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ക്വാളിറ്റിയിൽ ഒരു വാട്ടർമാർക്ക് പോലും ഇല്ലാതെ നിങ്ങൾക്ക് ആ ഫോട്ടോ ഇതുപോലെ റീക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. ഇത് AI ടൂളാണ്. നിങ്ങൾക്കിനി വേണമെങ്കിൽ ഏറ്റവും മുകളിൽ കാണുന്ന വലതു ഭാഗത്തിൽ ഈ ഡൗൺലോഡ് ബട്ടണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾക്ക് അത് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഗാലറിയിൽ വെച്ച് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ ഫോട്ടോയോ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഫോട്ടോയോ നിങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ ഏത് സൈഡിലാണ് നിങ്ങൾക്ക് റീക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ആ ഭാഗം ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ ആ ഭാഗം നിങ്ങൾക്ക് നല്ല മനോഹരമായ രീതിയിൽ റീക്രിയേറ്റ് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതൊരു AI ടൂളാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.